ഹലോ എല്ലാവർക്കും ARJ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേവദൂതൻ മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ റേറ്റഡ് പടങ്ങളുടെ, അതായത് സക്സസ് ഡിസർവിങ് ആയിരുന്നിട്ടും പരാജയപ്പെട്ടു പോയ, ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയ സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മുൻപന്തിയിൽ തന്നെ കാണാൻ സാധിക്കുന്ന സിനിമയുടെ പേരാണ് ദേവദൂതൻ എന്ന സിനിമ. സിബി മലയിൽ സംവിധാനം ചെയ്ത് നമ്മുടെ സാക്ഷാൽ ലാലേട്ടൻ നായകനായിട്ട് വന്ന് 2000-ൽ പുറത്തിറങ്ങിയ സിനിമ. 2000-ൽ തന്നെയാണ് ലാലേട്ടൻ്റെ ഒരു പടം ബോക്സ് ഓഫീസിലെ ഏറ്റവും എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് ഇൻഡസ്ട്രി ഹിറ്റായത് നരസിംഹം. എന്നിട്ടും ആ ഒരു വർഷം ഇറങ്ങിയ ലാലേട്ടൻ്റെ വളരെ ഡിസർവിങ് ആയിരുന്ന ഒരു സിനിമ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. അതാണ് ദേവദൂതൻ. ഇപ്പോഴും ദേവദൂതൻ എന്ന സിനിമ കണ്ടിട്ട് ഈ ഒരു സിനിമ പരാജയമായിരുന്നു എന്ന് അറിയുന്നവരെല്ലാം ഒരു ഞെട്ടലോട് മാത്രമാണ് അത് അറിയുന്നത്. എന്തുകൊണ്ട് ഈ ഒരു പടം അന്ന് വിജയിച്ചില്ല? പക്ഷേ സങ്കടപ്പെടാൻ വരട്ടെ, സിനിമ രണ്ടാം വരവ് വീണ്ടും വരുന്നുണ്ട്. 4K റീമാസ്റ്റർ ചെയ്ത് സിനിമ രണ്ടാം വരവിന് ഒരുങ്ങുകയാണ്. നമ്മുടെ മുന്നിലേക്ക് ദേവദൂതൻ എന്ന സിനിമ ബിഗ് സ്ക്രീനിൽ വീണ്ടും തെളിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ ഇവിടെ റിലീസായിട്ടുണ്ട്. നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ദേവദൂതൻ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമേ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തീർച്ചയായിട്ടും വിദ്യാസാഗർ എന്ന പേരാണ്. ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് ആ ഒരു മാജിക്കൽ വേൾഡിലേക്ക് നമ്മളെ അങ്ങോട്ട് പിടിച്ച് ഇടുകയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു വിദ്യാസാഗറിൻ്റെ കമ്പോസിങ്ങും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടാതിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഈ ഒരു 4K റീമാസ്റ്റേർഡ് വെർഷൻ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ആ ഒരു വിദ്യാസാഗറിൻ്റെ ആ ഒരു മാജിക്കൽ സംഭവം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ്. ഈ ഒരു കഴിഞ്ഞ വർഷത്തിലാണ് സ്ഫടികം റിലീസ് ചെയ്ത് വലിയൊരു തരംഗമായിട്ട് മാറിയത്. സ്ഫടികവും തിയേറ്ററിൽ കാണാനായിട്ട് ഭാഗ്യം കിട്ടിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം അത് 4K റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഫുൾ ഹൗസിൽ തൃശ്ശൂർ രാഗത്തിലിരുന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. അതൊരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലൊരു മറ്റൊരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത്. അത് ദേവദൂതൻ എന്ന് പറയുന്ന ഈ ഒരു പടത്തിൻ്റെയാണ്. അപ്പം ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലറായിട്ട് ഇറങ്ങിയ പടം, അത് കാണുന്നവർക്കെല്ലാം ഇപ്പോഴും പിന്നെയും കാണുന്നവർക്ക് പോലും ഓരോ കാഴ്ചയിലും പുതിയ ഒരു പുതിയ അനുഭവമാണ് പിന്നെയും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ റെഡി, നമുക്ക് ആ ഒരു ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. റെഡി. വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവോടുകൂടി ഇവിടെ പല അതിശയങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇവനേക്കാൾ വലിയൊരാൾ തൽക്കാലം എന്റെ കയ്യിലില്ല. മോഹൻലാൽ, ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. നിങ്ങളിൽ എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മൾ ആഗ്രഹിച്ചു, ഇദ്ദേഹം നമുക്ക് വേണ്ടി വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയാം. ശവദർശനാണ് അതിനെ ഞങ്ങൾ വിളിച്ചത്. അത് വായിക്കാൻ വടക്കുന്ന ഒരാൾ വന്നു. മഹേഷ്. അവർ പരസ്പരം സ്നേഹിച്ചു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ. ഇന്നും ആ സപ്തസ്വരമണികളും തുടച്ചു വെച്ച് മാഡം അയാളെ കാത്തിരിക്കുന്നുവെന്ന് സ്തേവാച്ചന് നന്നായിട്ടറിയാം. അദ്ദേഹം കാണാത്തതായി ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. അവന്റെ സ്നേഹത്തിനും അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്. എന്ത് നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എന്റെ മുന്നിലുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. സംഗീതത്തിന്റെ രാജാവാണ്. വിദ്യാസാഗർ മ്യൂസിക്. ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. എക്സ്പീരിയൻസ് ഇൻ തിയേറ്റർ. Somebody wants to say something to someone. സിബി മലയിൽ ഫിലിം. ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ ഈ ഒരു പടം ഇപ്പോൾ റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യുന്നതിനോട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു പടത്തിലെ ലാലേട്ടൻ്റെ പ്രകടനത്തെ വർണ്ണിക്കാനായിട്ട് വാക്കില്ല. തീർത്ത ഒരു
കംപ്ലീറ്റ് ആക്ടർ, ആ ഒരു ലെവലിലുള്ളൊരു പെർഫോമൻസ്. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് വിദ്യാജിയുടെ ആ ഒരു മാജിക്കൽ മ്യൂസിക്കിലേക്ക് നമ്മളെ കൊണ്ട് ഇടുന്ന ആ ഒരു തുടക്കത്തിൽ, ആ ഇൻട്രൊഡക്ഷൻ തൊട്ട് തന്നെ ലാലേട്ടൻ്റെ ഒരു പൂണ്ട് വിളയാട്ടമാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ സോങ്ങിൽ തന്നെ. അതൊക്കെ തിയേറ്ററിൽ കാണാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു ക്ലാസിക്കൽ സാധനം യൂട്യൂബിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആവുന്നതും കിട്ടുന്നൊരു ഫീലുണ്ട്. അതൊക്കെ ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എത്തരത്തിലാണ് അതിൻ്റെ അനുഭവം എന്നറിയാനായിട്ട് ഒരുപാട് ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. വിദ്യാസാഗറിൻ്റെ ആ ഒരു മാജിക്കൽ കമ്പോസിങ്, ലാലേട്ടൻ്റെ മാസ്മരിക പ്രകടനം, ഇതൊക്കെ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ടും കേൾക്കാനായിട്ടും കാത്തിരിപ്പിലാണ്. തീർച്ചയായിട്ടും ഒരു റിലീസിങ് 100% ഡിസർവിങ് ആയിട്ടുള്ളൊരു പടമാണ് ദേവദൂതൻ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു സിനിമയോട്, ആ ഒരു കലാസൃഷ്ടിയോട് ചെയ്യുന്ന ഒരു അനീതിയായി പോയേനെ. തീർച്ചയായിട്ടും തിയേറ്ററിൽ വൻ വിജയമാകേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ദേവദൂതൻ. എന്തോ അന്ന് അങ്ങനെ അത് സംഭവിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല. ചിലപ്പോൾ അതിൻ്റെ ഈ ഒരു ജേണർ കാരണമായിരിക്കാം. ഇപ്പോൾ കുറച്ചും കൂടി ഈ ഒരു ഹൊറർ മിസ്റ്ററി പടങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഡിമാൻഡുള്ളൊരു ടൈമാണ് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ആ ഒരു കാലത്ത് മലയാള സിനിമയിൽ കൂടുതലും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഹിറ്റായിക്കൊണ്ടിരുന്നത്. നമ്മുടെ നരസിംഹം, രാവണപ്രഭു, അത്തരത്തിലുള്ള പടങ്ങളാണ് കൂടുതലും ആളുകൾ തിയേറ്ററിൽ പോയി കാണാനായിട്ട് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കാലം മാറി വന്ന ഈ കാലത്ത് തീർച്ചയായിട്ടും ദേവദൂതന് കിട്ടേണ്ട ആ ഒരു സക്സസ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ കാഴ്ചയിലും പുതിയ അനുഭവം സമ്മാനിക്കുന്ന ഒരു സിനിമയാണ്. അതെല്ലാ രീതിയിലും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് അന്ന് അത് ഈ ഒരു പടം മേക്ക് ചെയ്ത് വച്ചിട്ടുള്ളത്. ഇപ്പം അത് കുറച്ചും കൂടി എന്താ പറയുന്നത്, ആ ഒരു പടത്തിൻ്റെ സൗന്ദര്യം കൂട്ടി നമ്മുടെ മുന്നിലേക്ക് 4Kയും ഡോൾബി അറ്റ്മോസ് ആ ഒരു സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി നമ്മളുടെ മുന്നിലേക്ക് ഈ ഒരു പടം വീണ്ടും തെളിയുമ്പോഴത്തേക്കും കാണാനായിട്ട് കാത്തിരിപ്പാണ്. തീർച്ചയായിട്ടും കാത്തിരിക്കാനായിട്ട് വയ്യ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.